കോതകുരിശി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഡിസംബർ 24 മുതൽ 31 വരെ നടക്കും. ഭാഗവത സുധാംശു ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മ ഭാഗവത ആചാര്യനായാണ് യജ്ഞം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോതകുരിശി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ യജ്ഞാചാര്യൻ ജയേഷ് ശർമ്മയുടെ നേതൃത്വത്തിൽ സപ്താഹ യജ്ഞം ഡിസംബർ 24 മുതൽ 31 വരെ നടക്കും. ഡിസംബർ 24 വൈകുന്നേരം 3:30 ആചാര്യവരണം, തുടർന്ന് 4 മണിക്ക് നടക്കുന്ന ദീപപ്രജ്വലനത്തോടെ സപ്താഹ യജ്ഞത്തിന് ആരംഭമാവും. ദീപപ്രജ്വലന വേളയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ നാരായണൻ നമ്പൂതിരി, വൈശ്രവണത്തുമന രാമൻ നമ്പൂതിരിയുടെ മക്കളായ കൃഷ്ണചന്ദ്രൻ വിആർ, രാമചന്ദ്രൻ വിആർ, നാരായണൻ വിആർ, കൂടാതെ രാമൻ നമ്പൂതിരി വിഎം, നാരായണൻ നമ്പൂതിരി വിഎം, വാസുദേവൻ നമ്പൂതിരി വിഎം, സുലോചന വിഎം തുടങ്ങിയവരും പങ്കെടുക്കും. തുടർന്ന് 7 ദിവസങ്ങളിലായി സപ്താഹ ഭാഗവത പാരായണവും നടക്കും. സപ്താഹ ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികളായ സുധീർ പണിയത്തുപറമ്പിൽ, അയ്യപ്പൻ പി, മോഹൻദാസ് കെ പി, മലബാർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അജിൻ ആർ ചന്ദ്രൻ എന്നിവർ ഒറ്റപ്പാലം പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമസ്കാരം. കോതകുരിശി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രഥമ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഡിസംബർ 24 മുതൽ 31 വരെ ആഘോഷിക്കുകയാണ്. ബ്രഹ്മശ്രീ സുധാംശു ജയേഷ് ശർമ്മജിയാണ് ഇതിന്റെ യജ്ഞാചാര്യൻ. 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തില് ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർത്തിയടത്ത് കൃഷ്ണൻ നമ്പൂതിരി, ആചാര്യൻ പ്രസാദ് പുളിക്കൽ, തായമ്പക വിദ്വാൻ പനമണ്ണ ശശി, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള അജിൻ ചന്ദ്രൻ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തില് ക്ഷേത്രത്തിന്റെ തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിപ്പാട് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഡിസംബർ 29-ാം തീയതി ക്ഷേത്രത്തിലെ തട്ടക ക്ഷേത്രമായ ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വൈകുന്നേരം 4 മണിക്ക് പ്രമുഖ നാദസ്വര വിദ്വാൻ പനമണ്ണ മനോഹരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാദസ്വരത്തോടു കൂടിയ വർണ്ണപ്പകിട്ടാർന്ന ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗുരുവായൂർ മുൻ മേൽശാന്തിയായിട്ടുള്ള സംഗീത അധ്യാപകൻ കൂടിയായിട്ടുള്ള മൂർത്തിയടത്ത് കൃഷ്ണൻ നമ്പൂതിരി 24-ാം തീയതി ഭാഗവത മഹാത്മ്യത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഗുരുവായൂർ ഉണ്ടായിട്ടുള്ള അനുഭവ കഥകളും അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പ കീർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംഗീത പരിപാടി കൂടി ഈ സപ്താഹത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങളെ ക്ഷേത്രസന്നിധിയിലേക്ക് ഈ ഭാഗവത സപ്താഹം ശ്രവിക്കുന്നതിനും അതിന്റെ അനുഗ്രഹങ്ങൾ പങ്കിടുന്നതിനും വേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുക.